സ്പൈസ് ആൻഡ് നട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളുടെ തീന്മേശയിൽ നിന്ന് ഒഴിച്ചുകൂടാത്ത വിഭവമാണ് ബീഫ്. നല്ലൊരു ബീഫൊക്കെ കഴിക്കാനായിട്ട് ഏത് നല്ലൊരു കട അന്വേഷിച്ച് വേണമെങ്കിലും മലയാളി പോകാൻ തയ്യാറാണ്. അപ്പോൾ ഒരു ടേസ്റ്റിയായ ബീഫ് വളരെ ടേസ്റ്റിയായ രീതിയിൽ വ്യത്യസ്തമായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 1/2 കിലോ മീറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വലിപ്പമുള്ള 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ വരും ഇത് രണ്ടും. ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്. 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 1 ടീസ്പൂൺ വലിയ ജീരകം പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പില, അടുത്തായി ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാനായിട്ട് 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് 1 നുള്ള് ചെറിയ ജീരകം കൂടിപ്പോകരുത്, ബീഫിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. 1 നുള്ള് ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്താലും മതി. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഗരം മസാല, കറുകപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക ഇതെല്ലാം ചേർത്ത് വീട്ടിൽ പൊടിച്ചെടുത്തുണ്ടാക്കുന്ന ഗരം മസാലയാണ്. ആ ഗരം മസാല ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റിന് കുറച്ചുകൂടി നല്ല ഫ്ലേവർ ആയിരിക്കും, ആ ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇത് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എങ്കിൽ ഇതിൻ്റെ ഇരട്ടി അളവിൽ മീറ്റ് മസാല നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇത് നന്നായി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നതുവരെ വേവിച്ചെടുക്കാം. സവാള നന്നായി വെന്ത് ട്രാൻസ്പെറന്റ് കളറെല്ലാം ആയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആവാൻ വേണ്ടി കരിച്ചു കളയരുത്, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അത്യാവശ്യം നന്നായിട്ട് സവാള വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 5-10 മിനിറ്റ് കൂടി തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ വേവിച്ചെടുക്കാം. 2-3 മിനിറ്റിനിടയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തക്കാളി വേവിക്കുമ്പോൾ ചിലരൊക്കെ പൊടികൾ ചേർത്തതിന് ശേഷവും തക്കാളി വേവിക്കുന്നത് കാണലുണ്ട്. ഒരുപാട് തക്കാളി ചേർക്കുന്ന കറികളാണെങ്കിൽ അങ്ങനെ വേവിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ ഇതുപോലെ ചെറിയൊരു തക്കാളിയൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ പൊടികൾ ചേർത്തതിന് ശേഷം തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പൊടികളിലേക്ക് ആവശ്യത്തിന് തക്കാളിന് വെള്ളം ഇറങ്ങാതെ പൊടികൾ പിന്നെയും ആ തീയിൽ കിടന്ന് വെന്ത് കരിഞ്ഞ അവസാനം കറിക്ക് ചെറിയൊരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തക്കാളി കുറച്ച് ചേർക്കുന്നുള്ളെങ്കിൽ പൊടികൾ ചേർക്കുന്നതിന് മുന്നേ തക്കാളി ചേർത്ത് വേവിച്ചെടുക്കണം. അതിനുശേഷം മാത്രം പൊടികൾ ചേർക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതേപോലെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മൾ മസാലയ്ക്ക് വേണ്ടി മാറ്റി വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കുക. അവസാനം ഫ്രൈ ചെയ്ത് ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ച ചെറിയ ജീരകം, പെരുംജീരകം, അതേപോലെ ഗരം മസാല, ആ ഒരു മസാല നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതിന്റെ കൂടെ ചേർക്കാൻ വേണ്ടി വെച്ച മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് വെച്ച് 1-2 മിനിറ്റ് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. ചേർത്ത മസാലപ്പൊടികളെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് മീറ്റ് ചേർത്ത് കൊടുക്കുക. ഇറച്ചി ചേർത്ത ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. വിനാഗിരിയും ചേർത്ത ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കൊടുത്താൽ അതിന്റെ മസാലയെല്ലാം മീറ്റിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബീഫിന്റെ വേവിന്റെ കാര്യത്തിലുള്ള ഒരു പ്രശ്നം, നമ്മൾ ഉപയോഗിക്കുന്ന കുക്കർ വലിയ കുക്കർ ആണെങ്കിൽ അതിനനുസരിച്ച് വിസിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന മീറ്റിന്റെ പ്രായം അനുസരിച്ച് ഇളം മീറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ബീഫിന് പകരം കാളയുടെയോ അല്ലെങ്കിൽ മൂരിയുടെയോ ഇറച്ചിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും വിസിലിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഏകദേശം നല്ലൊരു വേവാനായിട്ടൊരു 5 വിസിലോളം മതിയാവും. ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 5 വിസിൽ കൂടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബീഫ് അടുപ്പത്തിരുന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ബാക്കി വരുന്ന 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്. ചുവന്നുള്ളി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ച് ഒരു നുള്ള് ചെറുജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി വെള്ളം കൂടുതലുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവൻ വറ്റിച്ച് കളയണം. റോസ്റ്റിന്റെ പരുവത്തിലേക്ക് ആക്കി എടുക്കണം. ഇതിൽ ഒരുപാട് വെള്ളമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഈ മസാലയെല്ലാം ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇതൊന്ന് അടുപ്പത്തിരുന്നൊന്ന് വെന്ത് കിട്ടണം. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ മസാലയെല്ലാം ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരേ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെറിയുള്ളി വേവിച്ചെടുക്കുമ്പോൾ കരിഞ്ഞു പോകരുത്. ചെറിയുള്ളി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. ചെറിയുള്ളി ചെറുതായി കളർ മാറുമ്പോൾ തന്നെ ബാക്കി പൊടികളെല്ലാം ചേർത്ത് തുടങ്ങണം. ഇപ്പം 5 മിനിറ്റ് ശേഷം ഇത് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല എണ്ണയിൽ കുളിച്ച് നന്നായിട്ട് വെന്ത ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് റോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ വിഭവങ്ങളുടെ കൂടെയും കഴിക്കാൻ പറ്റിയ വിഭവമാണ്. ഇനി ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വിഭവവും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.